നമ്മൾ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് സിൽബർ ഓർമ്മയുണ്ടാ? ഞാൻ കുറേ മുന്നേ പോസ്റ്റ് ചെയ്തതാണ് കേട്ടാ. ആ ഒരു സിൽബറിൻ്റെ വകയിലുള്ള ആരോഗ്യമായിട്ട് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണെങ്കിൽ സിൽബറേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് നീളത്തിൽ അരിഞ്ഞൊരു സവാള ചേർത്തായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു വെളുത്തുള്ളിയോട് ചേർക്കണം കേട്ടാ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നല്ല ചെറുതാക്കി അരിഞ്ഞ ഉരുളക്കിഴങ്ങും ചതച്ച മുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഈ ഒരു ഉരുളക്കിഴങ്ങ് പകുതി വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബ്രൊക്കോളി കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഈ ബ്രൊക്കോളിയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ബ്രൊക്കോളിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാലേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാനായിട്ടാ. 2 മുട്ടയും തമ്മിൽ കാണരുത്, അപ്പുറത്ത് വേറൊരു മുട്ട പുൾസൈ ആവണ്ടെന്ന് അറിയരുത്. എന്നിട്ട് ഈ മുട്ടൻ്റെ മുകളിലോട്ട് നമുക്ക് ഉപ്പും പാപ്രിക്ക പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണോളം തൈരും ഒരല്ലി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് പരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വേണട്ടാ നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾസും മുട്ടയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ഓഫ് സിൽബർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഷ്റൂമൊക്കെ ചേർത്താലും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ഇനി പാപ്രിക്ക പൗഡർ കയ്യിലില്ലാത്തൊരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതി. ആ ഒരു